വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ജനറൽ സയൻസിലെ ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബയോളജി ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ മെസ്സേജ് ആയിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഉറപ്പാണ് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് മെയിനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡി ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുള്ള ജനറൽ സയൻസ് ഭാഗങ്ങൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. നമുക്കറിയാമല്ലോ, നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള NCERT ടോപ്പിക്കുകൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ ടോപ്പിക്കുകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫീസൊന്നും തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വേണം അല്ലെങ്കിൽ ക്ലാസ് ഓക്കെയാണ്, ക്ലാസ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. സിലബസ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടും പറ്റാവുന്ന അത്രയും ക്ലാസ്സുകൾ, നമുക്കറിയാമല്ലോ ജനറൽ അവയർനെസ് നമുക്കങ്ങനെ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ടോപ്പിക്കുണ്ട്. ഇപ്പോൾ ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ 2-3 മാർക്കിന് ചോദിക്കുകയുള്ളൂ. പക്ഷേ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുന്ന ഒന്നല്ല, അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോളജിയാണ്. അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ബയോളജിയിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെല്ലാണ്. ഒരുപാട് ചോദ്യങ്ങൾ സെൽ എന്ന ഭാഗത്തു നിന്ന് വരാറുണ്ട്. 9ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററോളം ഈ പറയുന്ന സെല്ലുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സെല്ല്, അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങാം. നിങ്ങൾ ഇന്നലത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കെമിസ്ട്രിയിൽ ആറ്റം എന്ന് പറയുന്നൊരു ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, മാറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഏറ്റവും ബേസിക് ഫോം ഓഫ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, ആറ്റം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ജീവജാലങ്ങളിൽ, അതായത് ലിവിങ് ബീയിങ്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറലും ഫങ്ഷണലും ആയിട്ടുള്ള യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സെൽ ഈസ് ദ സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ബയോളജിക്കൽ യൂണിറ്റ് ഓഫ് ലിവിങ് ബീയിങ്സ്. ജീവജാലങ്ങളിൽ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സാധനം, അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എന്ത്, സെൽ എന്ന് പറയുന്നത്. ഒരു ഓർഗാനിസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് എന്താണ്, സെല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ സെല്ലിനെ എന്ത് വിളിക്കാറുണ്ട്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വിളിക്കാറുണ്ട്. സെല്ല് സ്വയം ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമ്മൾ അതിനെ സെല്ലിനെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്നും പറയും അല്ലേ? സെല്ല് ഡിവൈഡ് ചെയ്ത് സെൽ ഡിവിഷൻ സംഭവിക്കും, സെല്ലുകൾ തമ്മിൽ ചേരും, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് സെല്ലിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ജീവജാലങ്ങളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റാണ് എന്ത്, സെൽ എന്ന് പറയുന്നത്. സെല്ലുകൾ ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്, ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാകുന്നു, ഓർഗൻസ് ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. അങ്ങനെ ഓർഗൻ സിസ്റ്റങ്ങൾ ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടുന്ന് പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്നൊരു ഭാഗമെന്ന് പറയുന്നത് സെല്ലുമായി ബന്ധപ്പെട്ട ഡിസ്കവറീസിനെ പറ്റിയാണ്. ആരാണ് ആദ്യമായി സെല്ല് കണ്ടെത്തിയത്? ഉത്തരം റോബർട്ട് ഹുക്കാണ്. അപ്പോൾ സെല്ല് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. 1665 കോർക്ക് എന്ന് പറയുന്ന വസ്തുവിൻ്റെ സെല്ലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പോൾ സെല്ല് കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റോബർട്ട് ഹുക്കാണ്, 1665. എന്നാൽ ജീവനുള്ള ഒരു സെല്ല്, ലിവിങ് സെല്ല്, പ്രോട്ടോസോവ, ബാക്ടീരിയ പോലെ ഒരു ലിവിങ് സെല്ല് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് ആൻറ്റൺ വോൺ ലിവൺ ഹുക്കാണ്. ആരാണ്? ആൻറ്റൺ വാനെന്നോ മോനെന്നോ പറയും, വാനെന്ന് ഞാൻ പറയുന്നു. ആൻറ്റൺ വാൻ ലിവൺ ഹുക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലിവിങ് സെല്ല് ആദ്യമായിട്ട് കണ്ടെത്തിയത് 1674. അപ്പോൾ 2 ചോദ്യങ്ങളുടെ വ്യത്യാസം മനസ്സിലായല്ലോ. സെല്ല് കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക്, ലിവിങ് സെല്ല് കണ്ടെത്തിയത് ചോദിച്ചാൽ ലിവൺ ഹുക്ക്. രണ്ടിനകത്ത് ഹുക്കുണ്ട്, മാറിപ്പോകരുത്. റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ചത് വെറും സെല്ലാണ്, എന്നാൽ ലിവിങ് സെല്ല് കണ്ടെത്തിയത് ലിവൺ ഹുക്കാണ്. എങ്കിൽ ഈ പറയുന്ന ലിവിങ് സെല്ല് നമ്മൾ എടുത്താൽ ആ ലിവിങ് സെല്ലിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, സെല്ലിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടെത്തിയത്, ന്യൂക്ലിയസിനകത്താണ് ജനറ്റിക് മെറ്റീരിയലും DNA ഒക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള ആ പറയുന്ന ന്യൂക്ലിയസ് ഒരു സെല്ലിനുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കണ്ടോ? അപ്പോൾ റോബർട്ട് ഹുക്ക്, ലിവൺ ഹുക്ക്, റോബർട്ട് ബ്രൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. 1831 എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. പിന്നെ വരുന്നത് സെൽ തിയറിയാണ്. അതായത് ഈ
ജീവജാലങ്ങളെല്ലാം സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നൊന്നും നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. സെല്ലെന്നൊരു സാധനം ഉണ്ടെന്ന് ആര് കണ്ടെത്തി? റോബർട്ട് ഹുക്ക് കണ്ടെത്തി. ജീവനുള്ള വസ്തുക്കൾക്കും സെല്ലുണ്ടെന്ന് ആര് കണ്ടെത്തി? ലീവൻ ഹുക്ക് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് ആര് കണ്ടെത്തി? നമ്മുടെ റോബർട്ട് ബ്രൗൺ കണ്ടെത്തി. പക്ഷേ നമ്മുടെ ജീവനുള്ള വസ്തുക്കളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സെല്ല് കൊണ്ടാണ് എന്ന് കണ്ടെത്തിയത് ഒരു തിയറി അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ അത് കണ്ടെത്തിയ 2 സയൻറ്റിസ്റ്റുമാർ ചേർന്ന് ഒരു തിയറി ഉണ്ടാക്കി. ആ തിയറിയുടെ പേരാണ് സെൽ തിയറി. അതാരാ കണ്ടെത്തിയെന്ന് വെച്ചാൽ സ്ലീഡനും ഷ്വാനുമാണ്. ആരൊക്കെയാണ്? സ്ലീഡനും ഷ്വാനും ചേർന്നിട്ട് 38ലും 39ലുമാണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. 2 പേര് 2 സമയത്തായിട്ട് ചേർന്ന് അതിനെ ഒരുമിച്ച് കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സെൽ തിയറി പറയുന്നത്. ഇതാണ് സ്ലീഡൻ, ഇതാണ് തിയോഡർ ഷ്വാൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരാളും കൂടി കിടപ്പുണ്ട്, റുഡോൾഫ് വിർച്ചോ. വിർച്ചോ എന്താ കണ്ടെത്തിയത് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കോ, സെൽ തിയറിയിൽ എന്താണ് പറയുന്നത്? സെൽ തിയറിയിൽ പറയുന്നത് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽ. എല്ലാ ജീവജാലങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ദ ലിവിങ് ഓർഗാനിസം കുഡ് ബി മെയ്ഡ് അപ്പ് ഓഫ് 1 or more സെൽ. അതായത് ഒന്നിലധികമോ ഒരു തരമോ ഒന്നിലധികം ടൈപ്പ് സെല്ലുകളോ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ജീവജാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് സെൽ തിയറി. ഇത് രണ്ട് ആര് പറഞ്ഞു? നമ്മുടെ സ്ലീഡനും സ്വാനും കൂടി ചേർന്നിട്ട് പറഞ്ഞു. എന്നാൽ റുഡോൾഫ് വിർച്ചോ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂ സെൽസ്, പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കും? പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നായിരിക്കും. ഓക്കെ, എങ്ങനെ? ത്രൂ സെൽ ഡിവിഷൻ. അതായത് സെല്ലെന്ന് പറയുന്ന ഒരു ദിവസം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല. പുതിയ ഒരു സെല്ല് ഉണ്ടാകുന്നത് എപ്പോഴും മുന്നേ ഉള്ള ഒരു സെല്ലിൽ നിന്നാണ്. എങ്ങനെയാണ്? ത്രൂ സെൽ ഡിവിഷൻ. അതായത് ആദ്യം ഉണ്ടാകുന്ന സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് എന്ത് ചെയ്യുന്നത്, പിന്നീടുള്ള സെല്ലായിട്ട് മാറുന്നത്. അതായത് സെല്ലുകൾ ഉണ്ടാകുന്നത് എപ്പോഴും മുന്നേ ഉള്ള സെല്ലുകൾ അല്ലെങ്കിൽ മുമ്പേ എക്സിസ്റ്റ് ചെയ്യുന്ന സെല്ലിൽ നിന്നാണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് എന്നാണ് എന്ത്, ഈ പറയുന്ന തിയറിയുടെ പേര്. അപ്പോൾ ഇതിലെല്ലാം കൂടി ചേർത്ത് നമുക്ക് എന്തെന്ന് പറയാം? സെൽ തിയറി എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? സെല്ല് ജീവൻ്റെ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്ന സെല്ലാണ്. സെല്ല് കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ റോബർട്ട് ഹുക്കാണ്. ലിവിങ് സെല്ല് കണ്ടെത്തിയത് ലീവൻ ഹുക്കാണ്. അങ്ങനെയാണെങ്കിൽ സെൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. സെൽ തിയറി കണ്ടെത്തിയത് ആരോ എന്ന് ചോദിച്ചാൽ അതിൽ സ്ലീഡനും സ്വാനുമാണ് കറക്റ്റ് ഉത്തരം. അതുപോലെ തന്നെ അതിനകത്ത് ഒരു തിയറിയും കൂടി വരുന്നുണ്ട്. അത് ആരുടെയാണ്? അത് റുഡോൾഫ് വിർച്ചോ ആണ്. റുഡോൾഫ് വിർച്ചോ പറഞ്ഞ തിയറി എന്താണ്? ഒരു സെല്ല് ഉണ്ടാകുന്നത് എപ്പോഴും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലിൽ നിന്ന് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആയിരിക്കും എന്നാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾ ബയോളജിയിലെ തിയറികൾ പഠിക്കാൻ നിന്നാൽ നമുക്ക് ഒരു കാലത്തും നമ്മുടെ പോർഷൻ എക്സാമിന് മുമ്പേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു സെല്ല് നമ്മൾ എടുത്താൽ സെല്ലിനെ അതിൻ്റെ സൈസ് അടിസ്ഥാനപ്പെടുത്തി, അതിൻ്റെ നമ്പർ അടിസ്ഥാനപ്പെടുത്തി, അതിൻ്റെ ഷേപ്പ് അടിസ്ഥാനപ്പെടുത്തിയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. സെല്ലിൻ്റെ സൈസുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവജാലങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതിലേറ്റവും സ്മോളസ്റ്റ് സെല്ല് ആർക്കാണ്? സെല്ലുകളിൽ ഏറ്റവും സ്മോളസ്റ്റ് സെല്ല് ആർക്കാണ്? അത് മൈക്കോപ്ലാസ്മ എന്ന ബാക്ടീരിയയുടേതാണ് ഏറ്റവും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ സെല്ല്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും ചെറിയ സെല്ല് എന്ന് ചോദിച്ചാൽ ഉത്തരം മൈക്കോപ്ലാസ്മ എന്ന ബാക്ടീരിയയുടേതാണ്, ഈ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സെല്ല് ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? അത് ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണ്. ഈ കാണുന്ന സാധനമാണ് ഏറ്റവും വലിയ സെല്ല് എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് വരുമ്പോൾ ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ സെല്ല് ഏതെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രിച്ച് മുട്ടയല്ല. അതെന്താണ്? അത് ഓവമാണ്. അതെന്താണ്? ഓവമാണ്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ സെല്ല് എന്ന് ചോദിച്ചാൽ ഏതാണത്? അത് സ്പേം സെല്ലാണ്. അതെന്താണ്? സ്പേം സെല്ലാണ്. ഓക്കെ, മലയാളത്തിൽ അണ്ടവും ബീജവും എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറുത് സ്പേം, ഏറ്റവും വലുത് ഓവം. ഏറ്റവും ചെറുത് സ്പേം, ഏറ്റവും വലുത് ഓവം. ഈ സ്പേമും ഓവവും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ പുതിയൊരു കുട്ടി അല്ലെ പുതിയൊരു ജീവൻ ഉണ്ടാകുന്നത് എന്താണ്? ഈ സ്പേമും ഓവവും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, അതാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറയും. അത് റീപ്രൊഡക്ഷൻ പഠിപ്പിക്കുമ്പോൾ പറയാം. അപ്പോൾ സൈസിൻ്റെ കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ സൈസിൽ ഏറ്റവും ചെറിയ സെല്ല് മൈക്കോപ്ലാസ്മ, ഏറ്റവും വലിയ സെല്ല് ഓസ്ട്രിച്ചിൻ്റെ മുട്ട. ഏറ്റവും വലിയ സെല്ല് മനുഷ്യൻ്റെ ശരീരത്തിലാണെങ്കിൽ അത് ഓവം, നമ്മുടെ എന്താണ് ഏറ്റവും ചെറുതാണെങ്കിൽ അത് എന്താണ്? അത് സ്പേമാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ വെച്ച് നോക്കാം. ഓക്കെ, ഒരു ടൈപ്പ് സെല്ല് മാത്രമുണ്ടെങ്കിൽ അത് യൂണിസെല്ലുലാർ, നമ്മുടെ അമീബ, പാരമീസിയം, ബാക്ടീരിയ പോലെയുള്ള സാധനങ്ങൾ. എന്നാൽ ഒന്നിലധികം ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മൾട്ടി സെല്ലുലാർ എന്ന് വിളിക്കും. ആരാണ്? നമ്മൾ മനുഷ്യന്മാരും മൃഗങ്ങളൊക്കെ എന്തിനകത്ത് വരും? മൾട്ടി സെല്ലുലാറിനകത്ത് വരും. അപ്പോൾ സെല്ലിൻ്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ഓർഗാനിസങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. എന്താണ് യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ, ഇഫ് എൻ ഓർഗാനിസം ഈസ് മേഡ് അപ്പ് ഓഫ് എ സിംഗിൾ സെല്ല് ഇറ്റ് ഈസ് കോൾഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ബാക്ടീരിയയും പ്രോട്ടോസോവയും ഒക്കെ പാരമീസിയും ഒക്കെ അതിനകത്ത് വരും.
എന്നാൽ ദ ഓർഗാനിസം വിച്ച് ആർ മേഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ ആർ കോൾഡ് മൾട്ടി സെല്ലുലാർ. ഒന്നിലധികം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? മൾട്ടി സെല്ലുലാർ എന്ന് വിളിക്കാം. മനുഷ്യരും മൃഗങ്ങളും തന്നെയാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എണ്ണവും പറഞ്ഞു, അതിൻ്റെ എന്തും പറഞ്ഞു, വലിപ്പവും പറഞ്ഞു. ഇനി വരുന്നത് ഷേപ്പാണ്. പല ഷേപ്പിലും സെല്ലുകൾ അവൈലബിൾ ആണ്. ഇതാ കണ്ടോ, ഇത് കാണുന്നത് WBC ആണ്, ഇത് RBC ആണ്, ഇത് നമ്മുടെ ബോണിൻ്റെ സെല്ലാണ്. കണ്ടോ, ഇത് സ്പിൻഡിൽ ഷേപ്പാണ്, ഇത് നമ്മുടെ നെർവിൻ്റെ, നെർവ് ഉണ്ടല്ലോ, ഞരമ്പ്, അപ്പോൾ ആ പറയുന്ന ബ്രാഞ്ചിൽ ഇലോങ്ങേറ്റഡ് ഷേപ്പാണ് നെർവിനുള്ളത്. ഇത് കണ്ടോ, നമ്മൾ ഇൻറ്റസ്റ്റൈനകത്തുള്ളതാണ്. നമ്മൾ എപ്പിത്തീലിയം പറഞ്ഞ് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതാണ് ഓവം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ സെല്ല്. ഇതാണ് സ്പേം എന്ന് പറയുന്നത് മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ സെല്ല്. കണ്ടോ, ഓരോന്നും ഓരോ വ്യത്യസ്ത ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെല്ലിൻ്റെ കമ്പോണൻറ്റുകളിലോട്ട് പോകാം. നമ്മൾ ഈ കാണുന്ന എല്ലാ സാധനവും കൂടി ചേരുമ്പോഴാണ് ഒരു സെല്ലായിട്ട് മാറുന്നത്. അതിനൊരു സെൽ മെമ്പറൈനുണ്ട്, സെൽ വാളുണ്ട്, അതിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്, വാക്യൂളുകൾ, പ്ലാസ്റ്റിഡുകൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോമം, മൈറ്റോകോൺട്രിയ ഒക്കെ കേട്ട് പേടിക്കേണ്ട. എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതിൽ 1-2 ആൾക്കാരെ പറ്റി നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കണം, കാരണം അവിടെ നിന്ന് ചോദ്യങ്ങൾ മുമ്പേ വന്നിട്ടുള്ളത് കൊണ്ട്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ മെമ്പറൈൻ അഥവാ പ്ലാസ്മ മെമ്പറൈനെ പറ്റിയാണ്. എന്താണ് സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ? നമ്മളൊരു സെൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനൊരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ ഈ സ്കിന്നിനകത്ത് തൊട്ടാണല്ലോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് മാറിയിട്ട് ഈ പറയുന്ന സെല്ലിനെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ലെയർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെല്ലിൻ്റെ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുന്നത്. സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ദ ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദ സെൽ. അത് ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദ സെൽ, സെല്ലിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന കവറിങ് ആണ്. അത് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ദ സെൽ കണ്ടന്റ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അതാണ് എന്ത്? നമ്മുടെ സെല്ലെന്ന് പറയുന്നത്. പക്ഷേ സെല്ലിന് ആഹാരം ആവശ്യമാണ്, സെല്ല് പലത് എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ അത് പുറത്തോട്ടും പോകണം, അകത്തോട്ടും പോകണം. അപ്പോൾ ഈ പുറത്തോട്ടും അകത്തോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആര് സമ്മതിക്കും? നമ്മുടെ സെൽ മെമ്പറൈൻ സമ്മതിക്കും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നമ്മുടെ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുന്നത് ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ ആണ്. എന്താണ്? ഇതൊരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ ആണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്നും അത് കടത്തിവിടത്തില്ല. ചില കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? സം മെറ്റീരിയൽസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എൻട്രി എക്സിറ്റോ അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ അത് അനുവദിക്കുകയുള്ളൂ. മറ്റു ചിലതിനെ എന്ത് ചെയ്യും? അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ടോപ്പിക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഉൾപ്പെടുത്തി പോകുന്നത്. അപ്പോൾ നമ്മളെ സെല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള കവറിങ്ങിനെയാണ് നമ്മൾ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ എന്ന് വിളിക്കുന്നത്. ആ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ എടുത്താൽ അതിനകത്താണ് നമ്മൾ ഈ കാണുന്ന കണ്ടു. നേരത്തെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ന്യൂക്ലിയസ്, അതിനകത്ത് നമ്മുടെ ക്രോമസോം പറഞ്ഞു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ചേരുന്ന ഇതിൻ്റെ ഈ ഔട്ടർ കവറിങ് ആണ് നമ്മുടെ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്മ മെമ്പറൈൻ അകത്ത് നിന്ന് കുറച്ച് പേര് പുറത്തുനിന്ന് അകത്തോട്ടും ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ സെല്ലിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കും. അങ്ങനെ സെല്ലിനകത്ത് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് 2 രീതിയിലാണ്. ഒന്ന് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും മറ്റൊന്ന് പാസീവ് ട്രാൻസ്പോർട്ടും. എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും. അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ നോക്കുക. സെൽ മെമ്പറിൽ നിർമ്മിച്ചിട്ടുള്ളത് പ്രോട്ടീനും ഫാറ്റും ഉപയോഗിച്ചാണ്. ലിപ്പിഡ് എന്ന് വെച്ചാൽ ഫാറ്റ്, പ്രോട്ടീൻ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ആക്റ്റീവും പാസീവും ട്രാൻസ്പോർട്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നോക്കി, പാസീവ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ അധികം ഇൻവോൾവ്മെൻറ്റ് ചെയ്യാത്തതാണ് എന്തെന്ന് പറയുന്നത്? പാസീവ് എന്ന് പറയുന്നത്. അതായത് പാസീവ് ട്രാൻസ്പോർട്ടിൽ എനർജി എന്ത് ചെയ്യുന്നില്ല? സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഒരു തുള്ളി മഷി അല്ലെങ്കിൽ ഇങ്ക് ഇങ്ങനെ വീഴ്ത്തി. നമുക്കറിയാം ആ ഇങ്ക് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്ത് എല്ലാ വശത്തോട്ടും പോകും. നമ്മളതിനെ ഡിഫ്യൂഷൻ എന്ന് വിളിക്കും അല്ലേ? ദൂരെ ഒരു അറ്റത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു തിരി കത്തിച്ച് വെച്ചു. ഒരു തിരി, നമ്മുടെ മണക്കുന്ന ചന്ദനത്തിരി കത്തിച്ച് വെച്ചു. ആ ചന്ദനത്തിരിയുടെ മണം നമ്മൾ പ്രത്യേകിച്ച് എനർജി ഒന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ എയറിലൂടെ ട്രാവൽ ചെയ്ത് എവിടെ എത്തും? നമ്മുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട്, ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? പാസീവ് ട്രാൻസ്പോർട്ടിന് ഉദാഹരണമാണ്. ഉദാഹരണം ഡിഫ്യൂഷൻ നമുക്ക് പറയാം. അതൊരു സ്ലോ മൂവ്മെൻ്റ് ആണ്. മോളിക്യൂൾസ് ഓഫ് വാട്ടറും എയറിൽ നമ്മൾ എന്ത് കാണാറുണ്ട്? പാസീവ് ട്രാൻസ്പോർട്ട് കാണും. ഇത് സെല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വാട്ടറാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പറയുന്നത്.
അപ്പോൾ ഇനി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആക്റ്റീവിനകത്ത് അങ്ങനെ ചുമ്മാ ഒന്നും പോകത്തില്ല. എന്ത് വേണം? എനർജി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തിരിച്ചായിരിക്കും അല്ലേ? ഹയറിൽ നിന്ന് ലോവറിലോട്ടല്ല, തിരിച്ചെന്താണ്? ലോവറിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനോട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തുനിന്ന് എനർജി കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കിണറ്റിനകത്ത് കിടക്കുന്ന വെള്ളം എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് പോയിട്ട് നമ്മളെ മുകളിലത്തെ വാട്ടർ ടാങ്ക് ഇരുന്നതിന് അങ്ങനെ ഇരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മളിവിടെ മോട്ടർ പ്രവർത്തിപ്പിക്കണം. അപ്പോൾ മോട്ടർ പ്രവർത്തിപ്പിക്കാനായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കണം. സിമിലർലി അപ്പോൾ വെള്ളം ഇരിക്കുന്ന താഴെ ലോവർ പൊട്ടൻഷ്യൽ, എത്തിക്കേണ്ടത് ഹയർ പൊട്ടൻഷ്യൽ, തിരിച്ച് അതാണ് സംഭവം. അതെ, കറക്റ്റ്. അപ്പോൾ ലോവർ നിന്ന് ഹയറിലോട്ട് നമുക്ക് സാധനങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യണം. ജീവജാലങ്ങളിൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ ATPയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി കറൻസി എന്ന് പറയുന്നത് എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ATP ആണ്. എന്താണ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. നമ്മൾ ന്യൂക്ലിയസ് ഒക്കെ പഠിക്കുമ്പോൾ അത് പഠിക്കും. ഓക്കെ, നമ്മൾ മൈറ്റോകോൺട്രിയെ പറ്റിയിട്ടൊക്കെ പഠിക്കും. എനർജി പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് മൂവ്മെൻ്റ് ആണ്, പെട്ടെന്ന് നടക്കും. ലാർജ് മോളിക്യൂൾസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് നടക്കുന്നത്. ലാർജ് മോളിക്യൂൾസ് ഒന്നും ചുമ്മാ പോകത്തില്ല. എന്ത് വേണം? നമുക്ക് എനർജി വേണം. അപ്പോൾ അതിനുള്ള മനസ്സിലേക്കാണല്ലോ പാസീവ് എന്ന് വെച്ചാൽ എനർജി വേണ്ട, ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനർജി വേണം. ആക്റ്റീവ് നടക്കാനായിട്ട് അത് ആക്റ്റീവ് എപ്പോഴും എങ്ങനെയായിരിക്കും നടക്കുന്നത്? നോർമൽ കണ്ടീഷൻ നടക്കാത്തതാണ്. അപ്പോൾ നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യിപ്പിച്ച് നടത്തണം. പാസീവ് ആകുമ്പോഴോ നോർമൽ കോഴ്സ് തന്നെ നടന്നോളും, നമ്മൾ പ്രത്യേകിച്ച് എനർജി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിഫ്യൂഷൻ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളൊരു മഷി എടുത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇവിടെ മഷിയുടെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതൽ. ഇത് എന്ത് ചെയ്യുന്നു? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ചുറ്റും ലോവറിലോട്ട് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്ത് പോകുന്ന പ്രോസസ്സാണ് എന്ത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിഫ്യൂഷൻ? ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു സ്പ്രെഡ് യൂണിഫോംലി ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് മിക്സിങ്ങിന് എക്സാമ്പിളാണ്. ഇതൊരു പാസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണം. നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നൊരു കാര്യത്തെ പറ്റിയിട്ട് ഇനി അങ്ങോട്ട് പഠിക്കും. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ തന്നെ അങ്ങ് ക്ലാരിഫൈ ചെയ്ത് പോക്കോ. ഡിഫ്യൂഷൻ പഠിക്കുമ്പോൾ തന്നെ ഓസ്മോസിസ് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് ഏതൊരു വസ്തുവും പോകും. പക്ഷേ ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഈ പറയുന്ന മൂവ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ മൂവ്മെൻറ്റിന് ഒരു കണ്ടീഷനുണ്ട്. ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. എന്താണ്? ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിൽ നിന്ന് ശ്രദ്ധിക്കണേ, സൊല്യൂഷനിൻ്റെ വാട്ടർ അല്ലെങ്കിൽ സോൾവെൻ്റ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ആരാ മൂവ് ചെയ്യുന്നത്? വാട്ടർ അല്ലെങ്കിൽ സോൾവെൻറ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. എവിടെ നിന്ന്? ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു എ ലോവർ കോൺസെൻട്രേഷൻ ഏരിയ. എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മഷി പറഞ്ഞു, എന്തും പറഞ്ഞു. പക്ഷെ ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് മൂവ്മെൻ്റ് ആണ്. എവിടെ നിന്നാണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ആരുടെ മൂവ്മെൻറ്റ്? സോൾവെൻറ്റിൻ്റെ മൂവ്മെൻറ്റ്. എന്തിൻ്റെ മൂവ്മെൻറ്റ്? സോൾവെൻറ്റിൻ്റെ. യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് പ്ലാന്റ്സിലും സെൽസിലും ഒക്കെ വാട്ടർ ആണല്ലോ. വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആണ് എന്ത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താണ്? ഹൈ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് പോകുന്നത്? കാരണം ഇവിടെ പാർട്ടിക്കിൾസ് വേറെ എന്തോ ഇരിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഹൈയിൽ നിന്ന് എന്ത് ചെയ്തു? ലോയിലോട്ട് പോയി. ത്രൂ എന്താണ്? ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വ്യത്യാസം മനസ്സിലായോ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള മൂവ്മെൻറ്റ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഹയറിൽ നിന്ന് ലോവറിലോട്ടുള്ള മൂവ്മെൻറ്റ്. പക്ഷേ വ്യത്യാസം, ഓസ്മോസിസിൽ ഹയറിൽ നിന്ന് ലോവറിലോട്ട് പോകുന്നത് ഏതുവഴിയാണ്? ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ്. മൂവ് ചെയ്യുന്ന ആരാണ്? സോൾവെൻ്റ് അല്ലെങ്കിൽ വാട്ടർ ആണ്. ആ വ്യത്യാസം മനസ്സിലാക്കി വെച്ചോളാം. ഇപ്പോൾ നമ്മളൊരു മുന്തിരി എടുത്ത് വെള്ളത്തിലിടുമ്പോൾ അത് വീർക്കുന്നതൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ സെല്ലിൽ നടക്കുന്ന ഓസ്മോസിസ് രണ്ട് രീതിയിലുണ്ട്. എൻഡ് ഓസ്മോസിസ് ഉണ്ട്, അല്ലെങ്കിൽ എൻഡ് ഓസ്മോസിസും, പിന്നെ ഒന്നാണെന്ത്? എക്സ് ഓസ്മോസിസും. എൻഡ് എന്ന് പറയുമ്പോൾ അകത്തേക്കാണ്. അതായത് എന്ത് ചെയ്യുന്നു? ഇൻ ടു ദ സെൽ. സെല്ലിനകത്തേക്ക് വെള്ളം വന്നാൽ അത് എൻഡ് ഓസ്മോസിസ്. സെല്ലിന് പുറത്തേക്ക് വെള്ളം വന്നാൽ അതെന്താണ്? എക്സ് ഓസ്മോസിസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു സെൽ മെമ്പറൈനെ പറ്റി പറയുമ്പോൾ, അതിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിയണം. അപ്പോൾ സെല്ല് നമ്മൾ പഠിച്ചു. സെല്ലിനകത്ത് എന്താ പഠിച്ചത്? നമ്മുടെ സെല്ലിനകത്തുള്ള എന്ത് പഠിച്ചു? നമ്മുടെ പ്ലാസ്മ മെമ്പറൈൻ അല്ലെങ്കിൽ സെൽ മെമ്പറൈനെ പറ്റി പറഞ്ഞു. അപ്പോൾ സെൽ മെമ്പറൈനെ പറ്റി പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ പറയാതെ പോകാൻ പറ്റത്തില്ല. അതാണ് എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസും. അപ്പോൾ വേറൊന്നുമല്ല, സെല്ല് അകത്തോട്ടും അല്ലെങ്കിൽ പുറത്തോട്ടും സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആ സംഭവം തന്നെ. നോക്കിയോ, അപ്പോൾ എൻഡോസൈറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
ഒരു സെല്ല് അതിനകത്തേക്ക് വസ്തുക്കളെ എടുത്തു കഴിഞ്ഞാൽ അത് എൻഡോസൈറ്റോസിസ്. അപ്പോൾ എൻഡോ എന്ന് വെച്ചാൽ എൻഡോസ്മോസിസ് ആയാലും എൻഡോസൈറ്റോസിസ് ആയാലും അപ്പോൾ എൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. എക്സോ എന്ന് വെച്ചാൽ പുറത്ത്, എക്സോ എന്ന് വെച്ചാൽ എക്സിറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എക്സോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മെറ്റീരിയൽസ് അകത്ത് നിന്ന് പുറത്തോട്ട് പോകുന്നു അല്ലേ. ഓക്കെ, ഫ്രം എന്താണ് ഇൻസൈഡ് ടു ദ ഔട്ട്സൈഡ് അല്ലേ. ഇതാ കണ്ടോ, എൻഡോ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറുന്നു, എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് എൻഡോസൈറ്റോസിസ് അല്ലെങ്കിൽ എന്താണ് എക്സോസൈറ്റോസിസ്, എന്താണ് എൻഡോസ്മോസിസ്, എന്താണ് എക്സോസ്മോസിസ്, എന്താണ് ഓസ്മോസിസ്, ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വരാം. കാരണം നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഡെഫിനിഷനുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ പലതവണ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ പറയുന്ന ഡെഫിനിഷൻസിനെ പറ്റി നമുക്കൊരു ബേസിക് ഐഡിയ വേണം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ബയോളജി ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.